എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ രക്തം പുരണ്ട റോസാപ്പൂക്കൾ എന്ന കഥയുടെ അടുത്ത ഭാഗമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നിർത്തിയ ആ വലിയ രഹസ്യത്തിന്റെ ചുരുളുകൾ ഇന്ന് അഴിയുകയാണ്. അധ്യായം 7. അവസാനത്തെ അത്താഴം. കൊച്ചി നഗരം അന്ന് അസാധാരണമായ ഒരു നിശബ്ദതയിലായിരുന്നു. കടൽക്കാറ്റിന് ഉപ്പിന്റെ രസമല്ല, മറിച്ച് കരിമരുന്നിന്റെയും ചോരയുടെയും മണമാണെന്ന് ആര്യന് തോന്നി. തന്റെ തോട്ടം ബംഗ്ലാവിന്റെ മട്ടുപ്പാവിലിരുന്ന് പുകയുന്ന സിഗരറ്റിലൂടെ അവൻ ഇരുട്ടിലേക്ക് നോക്കി. ആ ഇരുട്ടിനുള്ളിൽ നൂറുകണക്കിന് കണ്ണുകൾ തന്നെ ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അധോലോകത്തിന്റെ നിയമമനുസരിച്ച് ഒരു സിംഹം ദുർബലനാകുമ്പോഴാണ് ചെന്നായകൾ ഒന്നിക്കുന്നത്. ആര്യൻ പ്രണയിച്ചു തുടങ്ങിയപ്പോൾ അവൻ ആയുധം താഴെ വയ്ക്കാൻ ശ്രമിച്ചു. ആ നിമിഷം തന്നെ അവന്റെ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. നഗരത്തിന്റെ മറ്റൊരു കോണിലുള്ള ഷെരീഫിന്റെ രഹസ്യ താവളത്തിൽ വലിയൊരു ആഘോഷം നടക്കുകയായിരുന്നു. അവിടെ ഷെരീഫിനൊപ്പം സഞ്ജയും ഉണ്ടായിരുന്നു. ആര്യന്റെ വിശ്വസ്തനായിരുന്ന സഞ്ജയ് ഇന്ന് ശത്രുപക്ഷത്തെ പ്രധാന തന്ത്രശാലിയാണ്. ഇന്ന് രാത്രിയോടെ ആര്യൻ എന്ന പേര് കൊച്ചിയിലെ തെരുവുകളിൽ നിന്ന് മായ്ക്കപ്പെടും. ഷെരീഫ് തന്റെ മധ്യഗ്ലാസ് ഉയർത്തിക്കൊണ്ട് അലറി, സഞ്ജയ്, അവനെ നേരിടാൻ നീ തയ്യാറാണോ? സഞ്ജയുടെ കണ്ണുകളിൽ കത്തുന്ന പകയായിരുന്നു. അവനെ കൊല്ലുന്നതിന് മുൻപ് അവന്റെ അഭിമാനം തകർക്കണം ഭായ്. മീരയെ നമ്മൾ പിടിക്കണം. അവൾ കരയുന്നത് കണ്ടുവേണം ആര്യൻ മരിക്കാൻ. എങ്കിലേ എന്റെ പ്രതികാരം പൂർത്തിയാകൂ. ഷെരീഫിന്റെയും സഞ്ജയുടെയും കൂടെ നഗരത്തിലെ മറ്റു ഗുണ്ടാസംഘങ്ങളും കൈകോർത്തു കഴിഞ്ഞു. ആര്യനെ ഒറ്റപ്പെടുത്താൻ അവർ അവന്റെ സാമ്രാജ്യത്തിലെ വിശ്വസ്തരെ പണം നൽകി വശത്താക്കി. ആര്യന് ചുറ്റും ചതിയുടെ ഒരു വലിയ ചക്രവ്യൂഹം അവർ തീർത്തു കഴിഞ്ഞിരുന്നു. ബംഗ്ലാവിനുള്ളിൽ മെഴുകുതിരി വെളിച്ചത്തിൽ ഒരുക്കിയ അത്താഴമേശയ്ക്ക് ഇരുപുറവും ആര്യനും മീരയും ഇരുന്നു. മീര പാകം ചെയ്ത ലളിതമായ ഭക്ഷണമായിരുന്നു അത്. പക്ഷേ ആർക്കും വിശപ്പില്ലായിരുന്നു. പുറത്ത് വിപ്ലവത്തിന്റെ കാറ്റ് വീശുമ്പോൾ അകത്ത് പ്രണയത്തിന്റെ നിശബ്ദത പടർന്നു. ആര്യൻ, നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത്? മീര അവന്റെ കൈകളിൽ പതുക്കെ തൊട്ടു. ആര്യൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നമ്മുടെ പഴയ കൂടിക്കാഴ്ചകളെക്കുറിച്ച് മീര. ഒരു കൊച്ചു പൂമ്പാറ്റയെപ്പോലെ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്ന ആ ദിവസം. ഇന്ന് ഞാൻ ചിന്തിക്കുന്നു, നിന്നെ ഈ അപകടങ്ങളിലേക്ക് വലിച്ചിഴക്കേണ്ടിയിരുന്നില്ല എന്ന്. അങ്ങനെയൊന്നും പറയരുത് ആര്യൻ. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങളുടെ കൂടെയുള്ള ഈ നിമിഷങ്ങളാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. മരണം വന്നാലും അത് നിങ്ങളുടെ കൈകളിൽ പിടിച്ചുകൊണ്ടാകണം എന്നാണ് എന്റെ ആഗ്രഹം. ആര്യൻ ഒരു കഷ്ണം അപ്പം മുറിച്ച് അവൾക്ക് നൽകി. അതൊരു സാധാരണ അത്താഴമായിരുന്നില്ല. ശത്രുക്കൾ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു എന്ന് ബോധ്യമുള്ള ഒരു പോരാളിയുടെ അവസാനത്തെ ശാന്തതയായിരുന്നു അത്. ഓരോ ഉരുളയ്ക്കും വിടവാങ്ങലിന്റെ രുചിയുണ്ടായിരുന്നു. അത്താഴത്തിനു ശേഷം ആര്യൻ പെട്ടെന്ന് ഗൗരവത്തിലായി. അവൻ പ്രകാശിനെ ഉള്ളിലേക്ക് വിളിച്ചു. പ്രകാശ് ആയുധങ്ങളുമായി തയ്യാറായി നിൽക്കുകയായിരുന്നു. പ്രകാശ്, സമയം അതിക്രമിച്ചിരിക്കുന്നു. നീ മീരയും കൂട്ടി ഇപ്പോൾ തന്നെ പുറപ്പെടണം. ഇടുക്കിയിലെ നമ്മുടെ പഴയ എസ്റ്റേറ്റിൽ ഇവളെ എത്തിക്കണം. വഴിയിൽ എവിടെയും നിർത്തരുത്, ആര്യൻ ആജ്ഞാപിച്ചു. മീര ഞെട്ടിപ്പോയി. ഞാൻ പോകില്ല. നിങ്ങളെ ഇവിടെ തനിച്ചാക്കി എനിക്ക് പോകാൻ കഴിയില്ല. ആര്യൻ അവളുടെ തോളുകളിൽ പിടിച്ചു കുലുക്കി. മീര, മനസ്സിലാക്കൂ, നീ ഇവിടെയുണ്ടെങ്കിൽ എനിക്ക് പോരാടാൻ കഴിയില്ല. എന്റെ ശ്രദ്ധ നിന്നിലായിരിക്കും. നീ സുരക്ഷിതയാണെന്ന് ഉറപ്പായാൽ മാത്രമേ എനിക്ക് ഈ യുദ്ധം ജയിക്കാൻ കഴിയൂ. ഇത് എനിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. മീര പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ആ ആലിംഗനത്തിൽ ഒരു യുഗത്തിന്റെ വേദനയുണ്ടായിരുന്നു. പ്രകാശ് മീരയെ നിർബന്ധിച്ച് കാറിലേക്ക് കയറ്റി. കാർ ഇരുട്ടിലേക്ക് മറയുന്നതുവരെ ആര്യൻ നോക്കി നിന്നു. അവന്റെ ജീവിതത്തിലെ ഏക വെളിച്ചവും ആ കാറിനൊപ്പം അകന്നുപോയി. മീര പോയതോടെ ആര്യന്റെ മുഖത്തെ ശാന്തത മാറി. അവന്റെ കണ്ണുകളിൽ പഴയ ആ ഗാങ്സ്റ്റർ ഉണർന്നു. അവൻ തന്റെ ജാക്കറ്റ് ധരിച്ചു. ബെൽറ്റിൽ തോക്കുകൾ തിരുകി. ബംഗ്ലാവിനുള്ളിലെ വിളക്കുകൾ ഓരോന്നായി അവൻ അണച്ചു. ഇരുട്ടിൽ അവൻ ഒരു വേട്ടക്കാരനെ പോലെ കാത്തിരുന്നു. ബംഗ്ലാവിന് ചുറ്റും വാഹനങ്ങളുടെ ശബ്ദം കേട്ടു തുടങ്ങി. നൂറുകണക്കിന് ശത്രുക്കൾ ആയുധങ്ങളുമായി ആ ബംഗ്ലാവ് വളഞ്ഞുകഴിഞ്ഞു. സഞ്ജയുടെയും ഷെരീഫിന്റെയും അലർച്ചകൾ ദൂരെ കേൾക്കാം. ആര്യൻ ഒരു സിഗരറ്റ് കൂടി കത്തിച്ചു. അതിന്റെ ചുവന്ന വെളിച്ചം ഇരുട്ടിൽ മിന്നി. വരൂ, അവസാനത്തെ അത്താഴം കഴിഞ്ഞു. ഇനി ചോരയുടെ വിരുന്നാണ്, അവൻ മന്ത്രിച്ചു. ആ ബംഗ്ലാവ് ഒരു തടവറയാകുമോ അതോ ശത്രുക്കളുടെ ശവപ്പറമ്പാകുമോ? കൊച്ചി നഗരം ഇതുവരെ കാണാത്ത വലിയൊരു പോരാട്ടത്തിന് നിമിഷങ്ങൾ മാത്രം ബാക്കി. അവസാനത്തെ അത്താഴം കഴിഞ്ഞു. ആര്യൻ ഒറ്റയ്ക്കാണ്. ശത്രുക്കൾ ഒരു സൈന്യവുമായാണ് വരുന്നത്. മീരയെ രക്ഷിക്കാൻ ആര്യനെടുത്ത ഈ തീരുമാനം ശരിയാകുമോ അതോ അവൾ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുമോ? ആര്യന്റെ വിശ്വരൂപം കാണാൻ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.